ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ കവരത്തിയിലെ വിശേഷങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ നമ്മൾ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. കവരത്തിയിലെ ആ ടൂറിസ്റ്റ് ഹട്ട് ആ ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. കവരത്തി വിശേഷങ്ങൾ കാണിക്കാൻ ഒരുപാട് ആൾക്കാർ കമന്റ് വഴി ചോദിക്കുന്നുണ്ട്. അപ്പൊ ആന്ധ്രത്തിലെ വിശേഷം ഇപ്പൊ തീർന്നതേ ഉള്ളൂ. കവരത്തിയിലെ കാണാനായിട്ട് വെയിറ്റിംഗ് ആണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അതെ, ഒരുപാട് കമന്റ്സ് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും കവരത്തിയിലെ വിശേഷങ്ങൾ കാണാം. ഇനി മുതൽ കവരത്തിയിലെ വിശേഷങ്ങളായിരിക്കും വരുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും കാണാൻ നോക്കണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാം കേട്ടോ. കവരത്തിയിൽ അതൊക്കെ നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. നമ്മളൊരു 5 ദിവസമൊക്കെ ഇവിടെ ഉണ്ടാവുള്ളൂ. അപ്പൊ അതിൻ്റെ ഉള്ളിൽ നമ്മൾ മാക്സിമം കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അപ്പോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അല്ലേ? അങ്ങനെ നമ്മളിതേ ഓട്ടോറിക്ഷയിൽ തന്നെയായിരുന്നു കേട്ടോ പോയിട്ട് ഇതേ നമ്മളിവിടെ ജംഗ്ഷനിലാണ് ഇറങ്ങിയത്. ഇതാണ് കവരത്തിയിലെ മെയിൻ ജംഗ്ഷൻ. ഈ കാണുന്നത് കലാ അക്കാദമിയാണ്. ഇവിടെയാണ് ഉമ്മാൻ്റെ സിസ്റ്റർ വർക്ക് ചെയ്യുന്നത്. നമ്മളന്ന് ഹോം ടൂർ കാണിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉമ്മാൻ്റെ സിസ്റ്ററും ഹസ്ബൻഡും ഒക്കെ വരക്കുന്നുണ്ടെന്ന്. അതിൽ ഉമ്മാൻ്റെ സിസ്റ്റർ വർക്ക് ചെയ്യുന്നത് ഇവിടെയാണ് കേട്ടോ. പിന്നെ നമ്മൾ ബീച്ചിലേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിലേ പോയി കഴിഞ്ഞാൽ നേരെ ജെട്ടിയിലേക്കാണ് പോകുന്നത്, മെയിൻ ജെട്ടിയിലേക്കാണ്. അപ്പോൾ അതിൻ്റെ സൈഡിൽ കൂടെ വഴിയുണ്ട്. അപ്പോൾ അതിലേ നമ്മൾ ബീച്ചിലേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഇവിടെ ഗാന്ധിജിയുടെ ഒരു സ്കൾപ്ചറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് കുറേ കാലമായി വെച്ചിട്ട്. ഇത് ഈ കാണുന്ന ഈ ഗേറ്റാണ് നമ്മുടെ കവരത്തിയിലെ ജെട്ടിയിലേക്കുള്ള ഗേറ്റ്. അങ്ങോട്ട് അകത്തേക്കാണ് ജെട്ടി വരുന്നത്. ഇത് കവരത്തിയിലെ പോർട്ടാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അതിൻ്റെ സൈഡിൽ കൂടെ ബീച്ചിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അത് അങ്ങോട്ട് നോക്കിക്കേ, 3 വെസൽ ഒന്നിച്ച് വെച്ചത് കാണാൻ പറ്റും. ഇതാണ് കവരത്തിയിലെ മെയിൻ ജെട്ടി. ഈ ഭാഗത്തെ കീളാബായ് എന്നാണ് പറയുന്നത്. കവരത്തിയിൽ തെക്കേ, വടക്കേ, കീളാബായ്, മേലാബായ് അങ്ങനെയാണ് സ്ഥലങ്ങളെ പറയുന്നത്. നമ്മുടെ ആന്ധ്രത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കീച്ചേരി, മേച്ചേരി, ഷെമ്മച്ചേരി, ഫണ്ടാത്ത് അങ്ങനെയൊക്കെയാണ് പറയുന്നത് കേട്ടോ. ഈ കാണുന്നതൊക്കെ മാസം ഉണക്കാൻ വെച്ചതാണ്. ഓരോരോ ആൾക്കാരുടെ മാസമാണ് ഈ ഉണക്കാൻ ഇട്ടേക്കുന്നത്. നമ്മൾ ദൂരത്ത് നിന്ന് കാണുമ്പോൾ വിറകെന്നോ മറ്റോ വിചാരിക്കും, പക്ഷെ ഇതൊക്കെ മാസമാണ് കേട്ടോ. ഇത് മാസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വലിയ ചെമ്പാണ്. കണ്ടില്ലേ, ഇത്രയും വലിയ ചെമ്പിലാണ് മാസം ഉണ്ടാക്കിയെടുക്കുന്നത്. ഒരുപാട് മീൻ ഒന്നിച്ചിട്ടിട്ടാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത്രയും വലിയ ചെമ്പാണ്. ഇതൊക്കെ അതിൻ്റെ മുള്ളുകളാണ് കേട്ടോ മീനിൻ്റെ. ഇത് അവരുടെ മാസം ഉണ്ടാക്കുന്ന ഷെഡാണ്. അങ്ങനെ ഇത്രയും വലിയ ചെമ്പ് വേറെ ഒന്നും ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. മാസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആണ് ഇത്രയും വലിയ ചെമ്പ് ഉപയോഗിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. ഇവിടെ ഒക്കെ ഫുൾ മാസമല്ലേ, നോക്കിക്കേ. കണ്ടാൽ വിചാരിക്കും മരക്കഷ്ണം, ഇങ്ങനെ വിറക് കഷ്ണം ഉണക്കാനിട്ട പോലെ ഉണ്ട്. പക്ഷേ ഇത് ഫുൾ മാസമാണ്. ഇപ്പോൾ മാസം ഉണ്ടാക്കുന്ന സീസണാണ്. നമ്മൾ ഈ വർഷകാലത്തൊന്നും ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. ഇത് നല്ല രീതിയിൽ ഉണക്കിയെടുക്കണം. അപ്പോൾ നല്ല വെയിൽ വേണം. അപ്പോൾ ഈ ഒരു സീസണിലാണ് മാസം ഉണ്ടാക്കുന്നത്. മാത്രമല്ല കടലിൽ പോകാനും പറ്റില്ലല്ലോ വർഷകാലത്തൊക്കെ. അപ്പോൾ ഇവിടെ ഫുൾ മാസം തന്നെയായിരുന്നു. ഇത് നമ്മൾ ബീച്ചിൽ നിന്ന് ജെട്ടിയിലേക്ക് കാണുന്ന ഒരു വ്യൂ ആണ്. ഇത് ഏറ്റവും ചെറിയ സ്പീഡ് ബോട്ടാണ് ആ ഫ്രണ്ടിൽ വെച്ചേക്കുന്നത്. സ്കിപ്പ് ജാക്ക് എന്നാണ് അതിൻ്റെ പേര്. പിന്നെ ബാക്കി അവിടെ 3 സ്പീഡ് ബോട്ട് കാണുന്നുണ്ട്. പിന്നെ ഈ കാണുന്നതാണ് ഉണക്ക്. നമ്മളിവിടെ ഉണക്കെന്ന് പറയും. മീൻ ഉണക്കിയതാണ്. എന്ത് മീനാണെന്ന് അറിയില്ല, ഏതൊക്കെയോ മീൻ ഉണക്കിയതാണത്. ഉണക്കാൻ വേണ്ടിയിട്ട് ഇട്ടതാണ്. അത്യാവശ്യം ഉണങ്ങിയിട്ടുണ്ട്. അത് ഓൾമോസ്റ്റ് ഉണങ്ങി വന്നിട്ടുണ്ട്. കുട്ടികളൊക്കെ ഇവിടെ നിന്ന് കളിക്കുന്നുണ്ട്. ഇന്ന് അങ്ങോട്ടേക്ക് ഫുൾ നമ്മുടെ മാസം ഉണക്കാനിട്ടതാണ് കേട്ടോ. ഈ ബീച്ച് നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് പോകാനുണ്ട്. നമ്മുടെ വീട് തെക്ക് ഭാഗത്തും ഇത് വടക്ക് ഭാഗത്തുമാണ് ഉള്ളത് ഈ ബീച്ച്. പക്ഷെ നമ്മൾ ഇവിടെ ചെറുപ്പത്തിലൊക്കെ ഈ ബീച്ചിൽ വരുമായിരുന്നു. എൻ്റെ ഉമ്മാൻ്റെ മാമൻ കവരത്തിയിൽ വർക്ക് ചെയ്തപ്പോൾ ഇവിടെ ഈ അടുത്തായിരുന്നു താമസിച്ചത്. അവരുടെ ബീച്ച് ഇതാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും അവിടെ വരുമായിരുന്നു. അപ്പോൾ ഈ ബീച്ചിലേക്കൊക്കെ എപ്പോഴും വരുമായിരുന്നു കേട്ടോ. അങ്ങനെ ഇപ്പോൾ കുറേ കാലത്തിന് ശേഷമാണ് ഇങ്ങോട്ടേക്കൊക്കെ ഇറങ്ങുന്നത്. അപ്പോൾ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. ബീച്ചൊക്കെ ആ പഴയ ആ ഒരു ഭംഗിയില്ല ഇപ്പോൾ ശരിക്കും കാണാൻ വേണ്ടിയിട്ട്. ബീച്ചിലത്തെ കടലിൽ ഊഞ്ഞാലൊക്കെ കാണുന്നുണ്ട്. ഇതൊക്കെ ഞാൻ ഇപ്പോഴാണ് കേട്ടോ കാണുന്നത്. ഇതിന് മുൻപ് ഞാൻ വന്നപ്പോഴൊന്നും ഇതുണ്ടായിരുന്നില്ല. ഇതാണ് നമ്മുടെ ഇവിടുത്തെ ടൂറിസ്റ്റ് ഹട്ട്. അവിടെ ആരൊക്കെയോ ഗസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അവിടെ അവർ പുറത്തിരിക്കുന്നുണ്ടായിരുന്നു. ഈ ഊഞ്ഞാൽ കണ്ടപ്പോൾ എനിക്ക് ആടാൻ വേണ്ടിയിട്ട് തോന്നി. കടലിലിരുന്നിട്ട് ആടാനൊക്കെ തോന്നി. ഇത് നമ്മൾ പൈസ കൊടുത്തിട്ട് ഊഞ്ഞാലാടുന്നതാണെന്ന് പറഞ്ഞു. പക്ഷെ അവിടെ ആരെയും കണ്ടില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ കയറാനൊന്നും പറ്റിയില്ല. കൂടുതൽ അന്വേഷിക്കാനൊന്നും നിന്നില്ല. നമുക്ക് സമയം ഉണ്ടായിരുന്നില്ല. ഒന്നാമത് നമ്മൾ അവിടെ എത്തുമ്പോഴത്തേക്ക് തന്നെ ഒരു 5 മണിയൊക്കെ കഴിഞ്ഞു. 5-5:30 ആയി. പിന്നെ ഏകദേശം ബാങ്ക് കൊടുക്കാനും 1 മണിക്കൂറൊക്കെ അല്ലേ ഉള്ളൂ. ഈ കാണുന്നത് ഞണ്ട് കുഴിച്ച കുഴികളാണ് കേട്ടോ. ഞങ്ങളിവിടെ അലോത്ത കുണ്ടെന്ന് പറയും. അലോത്ത കുണ്ട് എന്നാണ് നമ്മൾ പറയുന്നത് ആന്ധ്രത്തുകാർ. ഇതാണ് ടൂറിസ്റ്റ് ഹട്ടിൻ്റെ ആ ഒരു വ്യൂ.
ഇവിടെയാണ് ടൂറിസ്റ്റേഴ്സൊക്കെ വന്നാൽ ഇരിക്കുന്നത്. ഇതാണ് നമ്മുടെ കവരത്തിയിലെ ടൂറിസ്റ്റ് ഹട്ട്. മുമ്പൊക്കെ ഇതിൽ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇപ്പോൾ ഈ സീസൺ ആയതുകൊണ്ടാണ് ഇങ്ങനെ ബീച്ചൊക്കെ ഇങ്ങനെ ഫുള്ളായിട്ട് പായലൊക്കെ കയറി കിടക്കുന്നത്. പായലിന് നമ്മൾ പറയുന്നത് ഫാഷി എന്നാണ് കേട്ടോ. അപ്പോൾ പായലൊക്കെ ഇങ്ങനെ കയറി കറുപ്പ് കാണുന്നതൊക്കെ പായലാണ്. ഇപ്പോൾ രാത്രി മഞ്ഞായത് കാരണം അങ്ങനെ അതുകൊണ്ടാണ് ഇങ്ങനെ ഫുള്ളായിട്ട് പായലൊക്കെ ബീച്ചിലേക്ക് അടിഞ്ഞ് കയറുന്നതെന്നാണ് പറയുന്നത് കേട്ടത്. ദേ ഇത് കണ്ടില്ലേ, ഇതിൻ്റെ മുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് എനിക്ക് ചെറിയ പേടിയുണ്ടായിരുന്നു. നമ്മൾ പേടി മീൻസ് കടലിലേക്ക് വീണ് പോവുമോ ഈ അനങ്ങുന്നത് കാരണം. അപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ നനഞ്ഞു പോയല്ലോ, വീടടുത്തല്ലല്ലോ, കുറേ പോകാനുണ്ട്. അപ്പോൾ അത് കാരണം കയറാനൊക്കെ ആദ്യം എനിക്ക് പേടിയുണ്ടായിരുന്നു. പിന്നെ എമ്മിയൊക്കെ കയറി നടക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞാനും എന്തായാലും രണ്ടും കൽപ്പിച്ച് കയറി, വീഴുന്നുണ്ടെങ്കിൽ വീഴട്ടെ എന്ന് ഓർത്തിട്ട്. പക്ഷേ അത്ര കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. കടൽ ചെറുതായിരുന്നു എന്ന് വെച്ചാൽ ഭയങ്കര തിരയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ എന്തായാലും കയറി. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഊഞ്ഞാലാടുന്ന പോലെ ചെറിയൊരു ഇളക്കം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ എൻജോയ് ചെയ്തു. പിന്നെ കടൽ നല്ല കൂടുതലുള്ള ടൈമിലൊക്കെ കയറുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ മുകളിൽ നിന്ന് താഴോട്ട് വീഴും. പക്ഷേ രസമാണ്, കടലിലേക്ക് തന്നെയാണല്ലോ വീഴുന്നത്. വലിയ ആഴമൊന്നും ഈ ഭാഗത്തുണ്ടാവില്ല. നമുക്ക് കുളിക്കാനൊക്കെ നല്ല രസമാണ്. ഇവിടെയൊക്കെ ഉച്ച സമയത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്വിമ്മിങ് പൂള് പോലും ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. വെയിലൊക്കെ അടിക്കുന്നത് കാരണം. ഇപ്പോൾ വലിയ വെയിലും ഇല്ല, വലിയ വെളിച്ചം ഇല്ലാത്ത കാരണം കടൽ കാണാൻ വലിയ ഭംഗി തോന്നിയില്ല. പിന്നെ പായലും ഉണ്ട്, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പായലും ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊക്കെ ഇന്ന് കടൽ കാണാൻ വലിയ ഭംഗി ഉണ്ടായിരുന്നില്ല. ടൂറിസ്റ്റ് ഹട്ടിൻ്റെ ഭാഗത്തുള്ള കടലൊക്കെ ഒന്നും കൂടി സൂപ്പറാണ്. നമ്മളിവിടെയൊക്കെ മുമ്പ് കടൽ കുളിക്കാൻ വേണ്ടിയിട്ട് തന്നെ വരുമായിരുന്നു. ഇത് കയാക്കിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. കടലിൽ ഇപ്പോൾ ലൈവായിട്ട് കുട്ടികളൊക്കെ കയാക്കിങ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എനിക്കും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഇൻഷാല്ലാ പോകുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യം ചെയ്യണം. ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. ഈ പ്രാവശ്യം എന്തായാലും ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. ഞാൻ ചെറിയ സമയത്താണല്ലോ കൂടുതലും കടലുമായിട്ടൊക്കെ ബന്ധം പുലർത്തിയ കുറേ ചെറിയ ടൈമിലായിരുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും വലിയ ധാരണ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുന്നതുകൊണ്ട് ഇതിലൊക്കെ കയറണമെന്നൊക്കെ നല്ല ആഗ്രഹമുണ്ട്. ഇത് സ്കൂബ ഡൈവിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഓക്സിജൻ സിലിണ്ടേഴ്സാണ്. ഇവിടെ നിന്നാണ് സ്കൂബ ഡൈവിങ്ങിന് വേണ്ടിയിട്ട് പോകുന്നത്. അങ്ങനെ ഇവിടെ ഇതൊക്കെ അവരുടെയാണ്, സ്കൂബ ഡൈവിംഗ്കാരുടെ സ്ഥലമാണ് ഇതൊക്കെ. ഇവിടെയൊക്കെ ഞാൻ ഇതിന് മുൻപും വന്നിട്ടുണ്ട്. ഞാനിതുവരെ സ്കൂബ ഡൈവിങ്ങും ഞാൻ ചെയ്തിട്ടില്ല. ഇപ്പോഴും എനിക്ക് സ്കൂബ ഡൈവിംഗ് ഒന്നും ചെയ്യണമെന്ന് ആഗ്രഹമില്ല. എനിക്ക് ചെറുതായിട്ട് പേടിയൊക്കെ ഉണ്ട്, കടലിൻ്റെ അടിയിലേക്ക് പോകുന്നതല്ലേ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പേടിയാണ്. പക്ഷെ ഒരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ എന്ന് എനിക്കറിയാം. എന്നാലും എന്തോ പേടിയുണ്ട്. പിന്നെ അങ്ങനെ വലിയ അതിയായ ആഗ്രഹം ഒന്നും എനിക്ക് തോന്നിയിട്ടുമില്ല. അതുകൊണ്ടായിരിക്കും ഞാൻ ഇതുവരെ പോവാതിരുന്നത്. ഇവിടെ നിന്ന് ആ ജെട്ടിയുടെ ഭാഗത്തെ വ്യൂ ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടുത്തെ മണ്ണെന്ന് പറയുമ്പോൾ നമ്മുടെ മൂലക്കറുപ്പുറത്തുള്ള മണ്ണ് പോലെ അല്ല, കുറച്ച് പൊടി മണ്ണാണ്. നമ്മൾ അവിടെ നിന്ന് കാണിച്ചത് കുറച്ച് തരിയുള്ള മണ്ണാണല്ലോ. ഇവിടെ പൊടി മീൻസ് അഴുക്കൊന്നുള്ളതല്ല, നല്ല നൈസായിട്ടുള്ള മണ്ണാണ്. വെള്ള മണ്ണ് തന്നെയാണ്, പൊടിയൊന്നുമില്ല. പക്ഷെ നല്ല ഇങ്ങനെ നൈസായിട്ട് നല്ല രസമാണ് ഇവിടുത്തെ മണ്ണും. നമ്മുടെ മേത്തൊട്ടിപ്പിടിക്കുകയോ അങ്ങനെയൊന്നുമില്ല കേട്ടോ. നല്ല രസമാണ് ഇവിടെ ഇരിക്കാൻ. ഇതൊക്കെ ടൂറിസ്റ്റ് ഹട്ടിൻ്റെ ഭാഗങ്ങളാണ്. ചിലപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്ന പലരും ഇവിടെ ഈ ഭാഗത്തൊക്കെ വന്നിട്ടുണ്ടാവും. കവരത്തിയിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഭാഗത്തൊക്കെ എന്തായാലും വന്നിട്ടുണ്ടാവും. പിന്നെ ഉമ്മാൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീടും ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ. അത് കാരണം നമ്മൾ പണ്ട് മുതലേ ഈ ഭാഗത്തൊക്കെ എപ്പോഴും വരാറുണ്ട്. അവരുടെ അടുത്ത് തന്നെയാണ് ഉമ്മാൻ്റെ മാമനും താമസിച്ചിരുന്നത്. അവർ കുറേ കാലം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു, ഇവിടെ തന്നെ ആയിരുന്നു താമസിച്ചത്. അപ്പോൾ നമ്മൾ മിക്കപ്പോഴും ഇങ്ങോട്ടൊക്കെ വരുമായിരുന്നു. അപ്പോൾ ഇവിടെയൊക്കെ നല്ല സുപരിചിതമായ സ്ഥലമാണ്. പിന്നെ കുട്ടികളൊക്കെ കയാക്കിങ് ചെയ്യുന്നുണ്ട്. ആ കാണുന്നതൊക്കെ കുട്ടികളാണ് കേട്ടോ. കുട്ടികളൊക്കെ ചെയ്യുന്ന കണ്ടപ്പോഴാണ് എനിക്കും ചെയ്യണം എന്നൊരു ആഗ്രഹം വന്നത്. അതിനു മുൻപ് ഇത് ചെയ്യണം എന്നൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ കുട്ടികൾ വരെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ എനിക്കും കൂടി ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. ഇൻഷാല്ലാ ചെയ്യണം. പിന്നെ നമുക്ക് ഗ്ലാസ് ബോട്ടൊക്കെ കയറണം എന്നൊക്കെ ഉണ്ട്. എത്രത്തോളം സമയം കിട്ടുമെന്നൊന്നും എനിക്കറിയില്ല. തീരെ ഒന്നാമത് നമുക്ക് സമയം കിട്ടുന്നില്ല, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. പിന്നെ എമിനെ മാനേജ് ചെയ്ത് നമുക്ക് കൊണ്ടുപോകാനും കുറച്ച് ബുദ്ധിമുട്ടാണ്. അവൾ കടലിലേക്കൊക്കെ ഓടിക്കളയാണ്, നമുക്ക് പിടിക്കാനൊന്നും കിട്ടില്ല, അങ്ങനെ ബുദ്ധിമുട്ടാണ്. ദേ മണ്ണൊക്കെ നോക്കിക്കാൻ നല്ല രസമില്ലേ, നല്ല വെള്ള മണ്ണാണ്, തൂവെള്ള മണ്ണാണ്. പിന്നെ ദേ ഇത് നമുക്ക് പരിചയമുള്ള ഒരാളാണ് കേട്ടോ, പണ്ട് മുതലേ നമുക്ക് പരിചയമുള്ള ആളാണ്. അപ്പോൾ അവർ ചൂര പിടിച്ചിട്ട് മാസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് മാസ് ചൂരയാണ്. അപ്പോൾ മാസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ തലയൊക്കെ കളഞ്ഞിട്ട് പിന്നെ മീനിങ്ങനെ എടുത്തിനി കഴുകി വൃത്തിയാക്കിയിട്ട് പുഴുങ്ങാൻ വെക്കും.
ഇവർ ചൂരയുടെ തല പോക്കുന്ന രീതി കണ്ടില്ല. നമ്മൾ ഞാനിതുവരെ കത്തി കൊണ്ട് പോക്കുന്നതേ കണ്ടിട്ടുള്ളൂ. ഇവരിങ്ങനെ കൈ കൊണ്ട് തന്നെ നോക്കിക്കുക ഇങ്ങനെ ഒടിച്ച് തല മാറ്റിയെടുക്കുന്നുണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു, എന്ന് വെച്ചാൽ നല്ല രസമായിരുന്നു കാണാൻ. ഞാനിങ്ങനെ നോക്കി നിന്ന് പോയി, കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത്. നമുക്ക് കൈ കൊണ്ട് തന്നെ ഒടിച്ച് തല കളയാൻ പറ്റും. അത് നല്ല ഇവരിങ്ങനെ ഒടിക്കുന്ന ടൈമിൽ അകത്തെ എല്ലാ ഭാഗങ്ങളും വേസ്റ്റായിട്ടുള്ള ഭാഗങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട്, തലയുടെ കൂടെ തന്നെ വരുന്നുണ്ട്. അതായിരുന്നു ഏറ്റവും കൂടുതൽ എനിക്ക് അത്ഭുതം തോന്നിയത്. കാരണം നമ്മുടെ വീട്ടിലൊക്കെ കത്തി കൊണ്ട് ഇങ്ങനെ വൃത്തിയാക്കി കുറേ സമയം നിന്ന് വൃത്തിയാക്കുന്നത് കണ്ടിട്ടുണ്ട്. ഞാൻ മീനൊന്നും ഈ വലിയ മീനൊന്നും ഇതുവരെ മുറിച്ചിട്ടൊന്നുമില്ല, പക്ഷെ കണ്ടിട്ടുണ്ട് മുറിക്കുന്നത്, നമ്മുടെ വീട്ടിലായാലും കാണാറുണ്ടല്ലോ. അപ്പോൾ ഇവർ കൈ കൊണ്ട് ഇങ്ങനെ എന്താ പറയുക, ഒരു സ്കില്ല് പോലെ എനിക്ക് തോന്നിയത്. നമ്മുടെ ഇവിടെ കുറേ ടൈപ്പ് ചൂര ഉണ്ട്. പൂവൻ ചൂര, മാസ് ചൂര, കുട്ടിച്ചൂര, അങ്ങനെ കുറേ ടൈപ്പ്, കിണ്ടൽ ചൂര, അങ്ങനെ കുറേ പേരുകളുണ്ട് കേട്ടോ. ഇതിപ്പോൾ മാസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മാസ് ചൂരയാണ്. ഇപ്പോൾ തല മുഴുവൻ കളഞ്ഞിട്ട് ഇവിടെ ബീച്ചിൽ തന്നെ ഒരു കുഴി ഉണ്ടാക്കിയിട്ട് കുഴിയിലേക്ക് ഇതിൻ്റെ വേസ്റ്റൊക്കെ ഇട്ട് മൂടിക്കളയാറാണ് ചെയ്യാറ്. അവരാദ്യം കുഴിച്ച കുഴിയിൽ ദേവി നിന്ന് കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവരപ്പുറത്ത് വേറൊരു കുഴി കുഴിച്ചിട്ടാണ് ഇങ്ങനെ വൃത്തിയായിട്ട് തന്നെ തല അതിനകത്തിട്ടിട്ട് മണ്ണിട്ട് മൂടുകയാണ് ചെയ്യുക. പിന്നെ ഈ കാണുന്നത് ഉമ്മാൻ്റെ ഫ്രണ്ടാണ് കേട്ടോ. ഉമ്മാൻ്റെ ഫ്രണ്ട് എന്ന് വെച്ചാൽ നമ്മൾ മുമ്പ് അതായത് ഞാൻ ചെറിയ പ്രായത്തിൽ, എനിക്ക് ഒരു 8 മാസം മുതൽ ഒരു 3.5 വയസ്സ് വരെ നമ്മൾ ഈ വടക്ക് ഭാഗത്ത് തന്നെയായിരുന്നു താമസിച്ചത്. അപ്പോൾ അവിടെ ഞങ്ങൾ താമസിച്ച വീടിൻ്റെ അടുത്തുള്ളതായിരുന്നു. എന്നെ കുറേ അടുത്ത് നടന്ന ആളാണ്. ഇപ്പോഴും അവർ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് ഇപ്പോഴും ഒരു കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്, അൽഹംദുലില്ലാ. എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. നമ്മളെപ്പോൾ വന്നാലും നമ്മളെ കാണാനായിട്ടും വരും. എറണാകുളത്തെ വീട്ടിലും വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ മീൻ കടലിൽ തന്നെ ഇട്ട് ഇങ്ങനെ കഴുകാൻ വേണ്ടിയിട്ട് അവരെടുക്കുകയാണ്. കടലിലിട്ട് നല്ല വൃത്തിയായിട്ട് ഇങ്ങനെ കഴുകിയിട്ട് പിന്നെ പുഴുങ്ങാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയി ഇടും. ഓൾറെഡി അവർ ചെമ്പ് തീ കത്തിച്ച് വെച്ചിട്ടായിരുന്നു ഉള്ളത്. അപ്പോൾ ഇനി അത് കഴുകിയിട്ട് നേരെ കൊണ്ടുപോയി ഇടേണ്ട താമസമേ ഉള്ളൂ. എന്നിട്ട് പുഴുങ്ങിയെടുത്തിട്ട് പിന്നെ പുകയിട്ടിട്ട് നമ്മൾ നേരത്തെ കണ്ട പോലെ ഉണങ്ങാൻ വെക്കും. അങ്ങനെയാണ് ഈ മാസ് ഉണ്ടാക്കാറ്. മാസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ചൂരയാണ് മാസ് ചൂര വെച്ചിട്ടാണ് മാസ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഇവർ എടുത്തുകൊണ്ടിരിക്കുന്നത് മാസ് ചൂര തന്നെയാണ് ഇവർ കഴുകിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ എങ്ങനെയാണ് തിരിച്ചറിയുന്നതെന്ന് എനിക്കറിയില്ല. ഈ ചൂരകൾ തമ്മിൽ ഉള്ള വ്യത്യാസം അവർക്ക് മനസ്സിലാവുമായിരിക്കും. എനിക്ക് എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് ഇപ്പോഴും അറിയില്ല കേട്ടോ. ഇതൊക്കെ ഈ രാത്രി സമയം, ഈ വൈകുന്നേരമൊക്കെ കഴിയുമ്പോൾ ഇത് മൂടി വെക്കും. ഇതൊക്കെ മാസ് ഇതുപോലെ മൂടി വെക്കും. കാരണം മഞ്ഞ് കൊണ്ടാൽ വീണ്ടും നനയുമല്ലോ. അപ്പോൾ അത് കാരണം ഇതിങ്ങനെ മൂടി വെക്കും. എന്നിട്ട് പിറ്റേന്ന് വന്നിട്ടായിരിക്കും അത് തുറന്ന് വെക്കുന്നത്. മാസ് ഉണ്ടാക്കാൻ ഞാൻ പറഞ്ഞ പോലെ കത്തിച്ച് വെച്ച ചെമ്പാണിത്. ഇതിൽ വെള്ളമുണ്ട്, ഓൾറെഡി കുറച്ച് മീനുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ കാണുന്നത് കേട്ടോ. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെയാണ് ചെയ്യുന്നത്. വലിയ ചെമ്പൊക്കെ ഇവിടെ സൈഡിലാക്കി വെച്ചിരിക്കുന്നത് മാസ് ഉണ്ടാക്കുന്ന വലിയ ചെമ്പുകളാണ്. ഇതിപ്പോൾ കുറച്ച് മീൻ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ അത് കാരണമാണ് ഈ ചെറിയ ചെമ്പിലേക്ക് ഇട്ടുണ്ടാക്കുന്നത്. നല്ല രീതിയിൽ തീയൊക്കെ വെച്ച് കൊടുത്ത് നമ്മളിതിലേക്ക് ഇട്ടിങ്ങനെ പുഴുങ്ങിയെടുക്കാറാണ് ചെയ്യുന്നത്. മാസം എന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ അത്രയും പ്രാധാന്യമുള്ള ഒരു സംഭവമാണ്. മീനിന് പകരം നമ്മൾ ഉപയോഗിക്കുന്നതാണ്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ബീച്ചിൽ നിന്നൊക്കെ കയറി വൈകുന്നേരമൊക്കെ കഴിഞ്ഞു, മഗ്‌രിബ് ബാങ്കൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ ബീച്ചിൽ നിന്ന് കയറി നമ്മളവിടെ ഒരു ബേക്കറിയിലേക്കാണ് വന്നത്. ബിസ്മില്ല എന്നാണ് കേട്ടോ ഈ ബേക്കറിയുടെ പേര്, പണ്ട് മുതലേ ഉള്ളതാണ്. അപ്പോൾ ബിസ്മില്ലയിൽ കയറി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് പിന്നെ ചായ കുടിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. ചായ കുടിക്കാൻ അവിടുത്തെ കുറച്ച് സ്ത്രീകൾ നടത്തുന്ന ഒരു ഹോട്ടലിലേക്കാണ് നമ്മൾ പോയത്. അപ്പോൾ ഇവിടുത്തെ പലഹാരങ്ങളാണിത്. ഞാൻ കാണിച്ചു തരാം. ഇത് എന്തോ മീൻ വെച്ചിട്ട് തന്നെ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. പിന്നെ ഇതിൽ കാണുന്നത് ഇടിയത്താളം എന്ന് പറയും. നിങ്ങളുടെ കേരളത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ മധുരപ്പിടിയാണെന്ന് തോന്നുന്നു. പിന്നെ ഇത് മീൻ ഉരുക്കിയതാണ്. നമ്മൾ മീൻ ഉരുക്കിയതിൻ്റെ വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ മീൻ ഉരുക്കിയതാണ്. പിന്നെ ഇത് അരി വറുത്ത് കുഴച്ചതാണ്, അരി വറുത്ത് പൊടിയാക്കി കുഴച്ചതാണ്. അപ്പോൾ അത് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് നെയ്പത്തിരി. അങ്ങനെ ഇതൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ പലഹാരങ്ങൾ. ഇവിടെ ഈ ഹോട്ടലിലുണ്ടായിരുന്ന പലഹാരങ്ങൾ എല്ലാം നമുക്ക് ഉള്ള പലഹാരങ്ങളൊക്കെ ഇങ്ങനെ പ്ലേറ്റിലാക്കി കൊണ്ടുവന്ന് നമ്മുടെ മുന്നിൽ വെക്കും. അപ്പോൾ നമുക്ക് വേണ്ടതെടുത്ത് കഴിക്കാം, വേണ്ടാത്തത് മാറ്റി വെച്ചാൽ മതി. അപ്പോൾ എല്ലാ പ്ലേറ്റിനും 10 രൂപ വെച്ചായിരുന്നു കേട്ടോ. ഈ ചെറിയ ബൗളിനും 10 രൂപ വെച്ചിട്ടായിരുന്നു.
പിന്നെ നെയ്പത്തിരിക്ക് ഓരോ പീസിനും 10 വെച്ച് അങ്ങനെയായിരുന്നു. നല്ല ലാഭമായിട്ട് തോന്നി, കാരണം അത്യാവശ്യം ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ടായിരുന്നു. 10 രൂപക്കൊക്കെ നല്ല അഫോർഡബിൾ ആണ്. പിന്നെ ചായയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചായയും എത്തിയിട്ടുണ്ട്. അങ്ങനെ അവർ കഴിക്കാൻ തുടങ്ങി. എനിക്ക് ഈ ഇടിയത്താളം എന്ന് പറയുന്ന സാധനം കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പണ്ട് മുതലേ എനിക്ക് നല്ല ഇഷ്ടമാണ് അത് കഴിക്കാൻ. ഇങ്ങനെ ഇടയ്ക്ക് നമ്മൾ പുറത്ത് പോയിട്ടൊക്കെ ചായയോ അല്ലെങ്കിൽ ഫുഡൊക്കെ കഴിക്കുമ്പോൾ അതും ഫ്രണ്ട്സുമായിട്ടൊക്കെ പോയി കഴിക്കുമ്പോൾ നല്ല രസമാണല്ലോ. അപ്പോൾ ഉമ്മ പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ട്, ഇടിയത്താളമൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. നമ്മുടെ ഇവിടുത്തെ ഒരു പേര് കേട്ട് നിങ്ങൾ അന്തം വിടരുത്. ഇത് ശരിക്കും നിങ്ങൾ മധുരപ്പിടി എന്ന് പറയുന്നതിന് ഞങ്ങളിവിടെ ഇടിയത്താളം എന്നാണ് പറയുന്നത്. അതെന്തുകൊണ്ടാണ് ആ പേര് വന്നതെന്ന് എനിക്കറിയില്ല. ആ പലഹാരമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരു പേര് പോലെ തോന്നുന്നു. ഇതാണത് ഇവിടുത്തെ ആ ഹോട്ടൽ ബഹന എന്നായിരുന്നു ഈ ഹോട്ടലിൻ്റെ പേര്. പിന്നെ നമ്മൾ അവിടുന്ന് ചായയൊക്കെ കുടിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങിയത്. അവിടെ കാണുന്നത് ഇവിടുത്തെ പെട്രോൾ പമ്പാണ് കേട്ടോ. കവരത്തിയിലെ പെട്രോൾ പമ്പാണ് നിങ്ങൾ അങ്ങോട്ട് കാണുന്നത്. ഇവിടെയൊക്കെ ഈ രാത്രി ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. ഞാൻ നേരത്തെ കാണിച്ച ആ ജംഗ്ഷനാണ് അത്. പിന്നെ നമ്മുടെ ഓട്ടോ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഓട്ടോ കയറി വരുന്ന വഴി പുറത്തുനിന്ന് ഫുഡ് വാങ്ങിയിട്ടാണ് വീട്ടിലേക്ക് വന്നത്. കാരണം നമ്മളിവിടെ കുക്ക് ചെയ്യുന്നില്ല, ഇവിടെ നമുക്ക് സ്റ്റൗ ഒന്നുമില്ല. അപ്പോൾ കുറച്ച് ദിവസത്തേക്കേ നമ്മളുള്ളൂ, അതുകൊണ്ട് നമ്മൾ പുറത്തുനിന്ന് തന്നെയാണ് വാങ്ങുന്നത്. അങ്ങനെ നമ്മളിതേ പോയിട്ട് തിരിച്ച് വന്നിപ്പോൾ കയറിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഭാഗമൊക്കെ കണ്ടില്ല, അതാണ് വടക്ക് സൈഡ് കേട്ടോ. കവരത്തിയുടെ വടക്ക് സൈഡാണത്. ഇനി നമുക്ക് തെക്ക് സൈഡും കൂടെ കാണണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയറും ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരാം. അതുവരെ ബൈ.